ശക്തമായ മത്സരം നടന്ന തൃശൂർ ഒല്ലൂർ മണ്ഡലത്തിൽ മന്ത്രി രാജനാണ് മേൽക്കൈ. റവന്യൂ മന്ത്രി മണ്ഡലം നിലനിർത്തിയേക്കും. 10,000-ലധികം വോട്ടിന് ജയിക്കുമെന്നാണ് കണക്കുകൂട്ടൽ. മികച്ച ഭൂരിപക്ഷം നേടുമെന്ന് 21 മണ്ഡലം കമ്മിറ്റികളും വിലയിരുത്തി. മാടക്കത്തറ, നടത്തറ പഞ്ചായത്തുകളിൽ മികച്ച ലീഡ് നേടുമെന്നാണ് ഇടതുപക്ഷത്തിന്റെ പ്രതീക്ഷ. അതേസമയം UDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ഷാജി കോടങ്കണ്ടത്ത് 3,000-ലധികം വോട്ടുകൾക്ക് മണ്ഡലം പിടിക്കുമെന്ന് കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നു. നടരാജ് പരശുരാം വിവരങ്ങൾ നൽകും. നടരാജ്, അപ്പോൾ ഒല്ലൂരിൽ വലിയ വിജയം നേടുമെന്ന് റവന്യൂ മന്ത്രി പ്രതീക്ഷിക്കുമ്പോൾ കോൺഗ്രസ് പ്രതീക്ഷയും അതുതന്നെയാണ്. UDF സ്ഥാനാർത്ഥി മികച്ച വിജയം നേടുമെന്നാണ്. എന്തായാലും ശക്തമായൊരു പോരാട്ടം നടന്ന മണ്ഡലം കൂടിയാണ് ഒല്ലൂർ. എന്തൊക്കെയാണ് മുന്നണികളുടെ വിലയിരുത്തൽ? ജിൽസി, ഒല്ലൂരിൽ കനത്ത പോരാട്ടം തന്നെയാണ് നടന്നത്. അന്തിമ ഫലം വരാൻ ഏവരും കാത്തിരിക്കുകയാണ്. മന്ത്രി കെ രാജന് ഒരു മേൽക്കൈയുണ്ട് എന്നുള്ള കാര്യം ശരി തന്നെയാണ്. അദ്ദേഹം സിറ്റിംഗ് MLA ആയിരുന്നു. 10 വർഷം അദ്ദേഹം മണ്ഡലത്തിൽ സജീവമായിരുന്നു. ജനകീയനായ ഒരു ജനപ്രതിനിധിയായി രാജൻ മണ്ഡലത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ് അദ്ദേഹത്തിന് അനുകൂലമായ ഘടകം. പല കാര്യങ്ങൾ കൊണ്ടും ഇടതു സർക്കാരിനെതിരെ ജനങ്ങൾക്ക് അപ്രീതി ഉണ്ടെന്ന് പറയുമ്പോഴും രാജൻ ഒരു ആക്സസിബിളായ MLA ആയിരുന്നു എന്നുള്ള പൊതുവികാരം മണ്ഡലത്തിലെ ജനങ്ങൾക്കുണ്ട്. മന്ത്രിയായിരിക്കുമ്പോഴും മണ്ഡലത്തിലെ പല കാര്യങ്ങളിൽ ഇടപെടാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. പ്രത്യേകിച്ച് ഈ മണ്ഡലത്തിന്റെ ഒരു സവിശേഷത എന്ന് പറയുന്നത് തൃശൂർ നഗരത്തിലെ ഒരു ഭാഗവും വനാതിർത്തികളുടെ പുത്തൂർ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ, വനപ്രദേശത്തോട് ചേർന്ന് കിടക്കുന്ന സ്ഥലങ്ങൾ, അതുപോലെ തന്നെ മലയോര ജനതയ്ക്കുള്ള സ്ഥലമാണ്. ഇവിടെ പട്ട വിതരണം ഉൾപ്പെടെയുള്ള കാര്യത്തിൽ MLAക്ക് പലരുടെയും പ്രീതി പറ്റാൻ കഴിഞ്ഞിട്ടുണ്ട്. വികസന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. 2,000-ലധികം കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ എത്തിച്ചതായി രാജന്റെ ക്യാമ്പ് അവകാശപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റു പ്രവർത്തനങ്ങളൊക്കെ തന്നെ വലിയ രീതിയിൽ സജീവമാവാൻ MLAക്ക് കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ രാജനെ കൈവിട്ടുകൊണ്ടുള്ള ഒരു കളിയിലേക്ക് ഒല്ലൂരിലെ ജനത പോകേണ്ടതില്ല എന്ന് വിലയിരുത്തിയാൽ അത് തെറ്റു പറയാൻ കഴിയില്ല. ഇതാണ് സ്ഥിതി. മണ്ഡലം കമ്മിറ്റികൾ 21 മണ്ഡലത്തിൽ ഉണ്ടായിരുന്നത്. അവരൊക്കെ തന്നെ രാജൻ ലീഡ് നേടും എന്ന് പ്രതീക്ഷ അർപ്പിച്ചിട്ടുണ്ട്. ഈ മാടക്കത്തറ, നടത്തറ പഞ്ചായത്തുകൾ ഇടതുപക്ഷമാണ് ഇപ്പോൾ ഭരിക്കുന്നത്. ഇവിടെ ഈ മണ്ഡലത്തിൽ 4 പഞ്ചായത്തുണ്ട്. അതിൽ 2 പഞ്ചായത്ത് UDFും 2 പഞ്ചായത്ത് LDFും ഭരിക്കുന്നു. 16 കോർപ്പറേഷൻ ഡിവിഷനുണ്ട്. അതിൽ സ്വതന്ത്രർ ഉൾപ്പെടെ 12 ഡിവിഷനുകൾ UDFിന്റെ കയ്യിലാണ്. ബാക്കി ഡിവിഷനുകൾ LDFിന്റെ കയ്യിലാണ്. അപ്പോഴും ഇവിടെയൊക്കെ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് UDFിന് അനുകൂലമായ ഒരു ട്രെൻഡ് ഉണ്ടാവില്ല എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. കോൺഗ്രസിന്റെ കാര്യത്തിൽ വന്നാൽ ഷാജി കോടങ്കണ്ടത്ത് മികച്ച ഒരു എതിരാളി തന്നെയായിരുന്നു. അദ്ദേഹം പൊതുപ്രവർത്തകനാണ്. പാലിയക്കര ടോൾ പ്ലാസ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ സജീവമായി ഇടപെടുകയും പൊതുപ്രശ്നങ്ങളിലൊക്കെ തന്നെ കോടതികളിൽ കയറി പരിഹാരം കണ്ടെത്തുകയും ചെയ്ത വ്യക്തി. ഒരു ബെസ്റ്റ് ബെറ്റായി തന്നെ കോൺഗ്രസ് ഷാജി കോടങ്കണ്ടത്തിനെ അവതരിപ്പിച്ചു. വലിയ മത്സരം തന്നെ അദ്ദേഹം രാജനെതിരെ നടത്തി. പക്ഷേ ചെറിയ വോട്ടുകൾക്കെങ്കിലും അദ്ദേഹം വീണു പോകാമെന്നുള്ളതാണ് മണ്ഡലത്തിലൊരു പൊതു വിലയിരുത്തലായി പറയേണ്ടി വരിക. എന്തൊക്കെയായാലും 3,000 മുതൽ 4,000 വോട്ടുകൾ വരെ നേടിക്കൊണ്ട് വിജയിക്കുമെന്ന് കോൺഗ്രസ് ക്യാമ്പും പ്രതീക്ഷിക്കുന്നുണ്ട്. അതേസമയം ബിജോയ് തോമസിനെയാണ് NDA ഇവിടെ മത്സരാർത്ഥിയായി ഇറക്കിയത്. കഴിഞ്ഞ തവണ B. ഗോപാലകൃഷ്ണനാണ് ഇവിടെ മത്സരിച്ചത്. കഴിഞ്ഞ തവണ ഗോപാലകൃഷ്ണൻ നേടിയ വോട്ടുകൾ അത്രയും ബിജോയ്ക്ക് ഇത്തവണ നേടാൻ കഴിയുമോ എന്ന് കണ്ടറിയണം. നാട്ടുകാരനായ സ്ഥാനാർത്ഥിയെ തന്നെയാണ് അവർ അവതരിപ്പിച്ചതെങ്കിലും ഈ കോൺഗ്രസ് LDF ശക്തമായ പോരാട്ടം നടന്നതിലൂടെ BJPയുടെ എത്രത്തോളം വോട്ടുകൾ കോൺഗ്രസ് LDF സ്ഥാനാർത്ഥികൾ പിടിച്ചെടുത്തു എന്ന് അറിയേണ്ടതുണ്ട്. BJPക്ക് കുറയുന്ന വോട്ടുകൾ രാജന് അനുകൂലമായി മാറാനുള്ള സാധ്യതയാണ് പൊതുവെ കാണുന്നത്. എന്തായാലും മണ്ഡലത്തിൽ മേൽക്കൈ റവന്യൂ മന്ത്രിക്കുണ്ട് എന്നുള്ള കാര്യം ശരിയാണ്. എന്തായാലും ഒല്ലൂരിലെ ജനത, ഒല്ലൂരിൽ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഒല്ലൂരിൽ ആര് ജയിക്കുന്നു ആ സ്ഥാനാർത്ഥിയുടെ മുന്നണി സംസ്ഥാനം ഭരിച്ച ചരിത്രമാണ് സമീപകാലത്തുള്ളത്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഒല്ലൂരിലെ ജനവിധി എന്താകും എന്നുള്ളത് ആകാംക്ഷയോടെ ഉറ്റുനോക്കേണ്ട ഒരു കാര്യം. തീർച്ചയായിട്ടും ഒല്ലൂരിൽ ശക്തമായ മത്സരം നടന്ന ഒരു മണ്ഡലം കൂടിയാണ്. 2 മുന്നണികളും ഇപ്പോഴും ഈ വോട്ടെടുപ്പ് കഴിഞ്ഞതിന് ശേഷവും വലിയ വിജയപ്രതീക്ഷ അവിടെ വെച്ചു പുലർത്തുന്നു എന്നുള്ളത് കൂടിയാണ്.